അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈദുൽ അദ്ഹ ബലിപെരുന്നാള് ഞങ്ങളിലേക്ക് വളരെ മുട്ടത്തിലുണ്ട്. നല്ല മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ ഒരു സന്ദർഭമായിട്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഈ സന്തോഷത്തോടു കൂടെ, ഈ ആഘോഷത്തോടു കൂടെ റബ്ബായ അള്ളാഹു ഇതിലേക്ക് നമുക്ക് അനുവദിച്ചു തന്ന നമുക്ക് സന്തോഷിക്കൂ. അത് ആ റബ്ബിനെ ഒന്ന് മറക്കത്തിരല്ലേ. അപ്പൊ ഈ പെരുന്നാളുമായിട്ട് ഞങ്ങൾക്ക് റബ്ബിടെ ഇബാദത്തിലായിട്ട് ഈ പെരുന്നാളെ ഞങ്ങൾ ഭംഗിയാക്കണം. അതിക്ക് ചില 5 കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ പെരുന്നാളില് ഞങ്ങൾ പ്രത്യേകിച്ചും പരിഗണിക്കണം, ശ്രദ്ധിക്കണം. അത് ഒന്നായിട്ട് തക്ബീർ ചെല്ലത്. തക്ബീർ പെരുന്നാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായിട്ടിരിക്കുന്നു. സയ്യിനു അയ്യാദക്കും ബി തക്ബീർ. തക്ബീർ കൊണ്ട് നിങ്ങൾ എന്താക്കറു, നിങ്ങളെ പെരുന്നാളിൽ നിങ്ങൾ ഭംഗിയാക്കറോണ്ടു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുന്നത്. അപ്പൊ തക്ബീർ നിരന്തരമായിട്ട് ചൊല്ലണം. തക്ബീർ 3 നിലക്കുള്ള തക്ബീർ ഉണ്ട്. പഠിച്ചതായിട്ടിക്കണെ ഒന്നും കൂടി എനിക്ക് ഓർമ്മയാക്കണേ. ഒന്ന് മുഖയ്യദ്, പിന്നെ മുർസൽ, അതുപോലെ പിന്നെ മൃഗത്തെ കാണുമ്പോഴതായ തക്ബീർ. അതായത് പിന്നെ പെരുന്നാളുണ്ട് മുന്നൂത്തന്റെ അറഫത്തെ നാള്, അതായത് 4 എല്ലാ നിസ്കാരത്തെ പിറത്തും സുബൈ നിസ്കാരത്തെ മുതൽ പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് അയ്യാമത്തെ ശരിക്കും 3 നാള് അണ്ടത്തെ അസർ നിസ്കാരത്തോ എല്ലാ നിസ്കാരത്തെ പിറത്തും നമുക്ക് തക്ബീർ ചൊല്ലണം. അതിക്ക് മുഖയ്യതായ തക്ബീർ ചെല്ലാറ്. സലാം വീട്ടിട്ട് അപ്പഴാക്ക് തക്ബീർ ചെല്ല്. ഈ തക്ബീർ 6 മിസ്സാക്കോ തീരെ, പെണ്ണിങ്ങ മിസ്സാക്കോ തീരെ, ആണിങ്ങ മിസ്സാക്കോ തീരെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് ചെന്നിട്ട് നിങ്ങൾ എന്താക്കാം, ഒരു 3 മട്ടെങ്കിലും ചെല്ലാം എല്ലാ നിസ്കാരത്തിലും. പിന്നെ സലാം വീട്ടി എപ്പോഴും ചെല്ലത്. പിന്നെ മുർസലായ തക്ബീർ ഉണ്ട്. പിന്നെ 2 പെരുന്നാളിലെയും പിന്നെ മഗ്രിബോട് കൂടെ തുടങ്ങുന്നത്. അത് സ്റ്റാർട്ടായെങ്കിൽ പിറ്റേന്ന് പെരുന്നാൾ നിസ്കരിക്കത്തോളം അതിലെ സമയക്കിടും. നിരന്തരമായിട്ട് തക്ബീർ ചെല്ല്, നോൺ സ്റ്റോപ്പ് തക്ബീർ അത് ചെല്ല്. അപ്പൊ ആ തക്ബീർ ഞങ്ങൾ പെരുന്നാളിന്റെ ജാവെല്ലാം തക്ബീർ കൊണ്ട് ഭംഗിയാക്കണം. പെരുന്നാളിന്റെ ജാവു ഞങ്ങൾ എന്താക്കും, ഇബാദത്ത് കൊണ്ട് ഭംഗിയാക്കണം. അതിന്റെ ഷോപ്പിംഗ് പോയിട്ട് ആ 4 അപവിത്രാക്കാൻ മാറുള്ള തീരത് കണക്ക് പോലെ പെരുന്നാളുണ്ട് നോക്കറു. പിന്നെ ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണും, കാമ ലൈലത്തൈൽ ഈദൈനി മുഹ്തസിബൻ ലം യമുത് ഖൽബുഹു യൗമ തമൂത്തുൽ ഖുലൂബു. പെരുന്നാളുണ്ട് അന്നത്തെ ജാവ് ഹയാത്താക്കടാണ്. അന്നത്തെ ജാവ് നിസ്കാരം കൊണ്ടെല്ലാം ഹയാത്താക്കിയെങ്കിൽ പിന്നെ കൽബ് ചാവയുടെ സന്ദർഭത്തിൽ അവന്റെ കൽബ് ചാവാന്റെ സുരക്ഷിതമായ ഈമാനോട് കൂടി കൽബ് ഹയാത്തിക്കുണ്ട്. അപ്പോ മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോട് കൂടി മരിക്കൂടെ ഒരു സൂചന ആയിരിക്കും. അപ്പൊ പെരുന്നാളിന്റെ ജാവ് ഞങ്ങൾ കൊസികമ്മത്തിൽ മാത്രം മീസറാക്കാണ്ട് അന്നത്തെ നാളില് റബ്ബിടത്തിൽ ഓർമ്മയിൽ ഞങ്ങൾ ജീവിക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. പിന്നൊരു തക്ബീർ ആയിരിക്കും. 2 തക്ബീർ ചെന്ന. ഒന്ന് എല്ലാ നിസ്കാരത്തെ പിറത്തു ചൊല്ല തക്ബീർ, അത് ബലി പെരുന്നാൾക്ക് മാത്രം സീമിതമായത്. പിന്നൊരു തക്ബീർ മഗ്രിബിൽ പിന്നെ തുടങ്ങിയിട്ട്, അതായത് പെരുന്നാളിന്റെ ജാവിടെ മഗ്രിബ് തുടങ്ങിയിട്ട് പിറ്റേന്ന് പിന്നെ പെരുന്നാൾ നിസ്കരിക്കത്തോളൂ. അത് മുർസലായ തക്ബീർ ചെല്ലാറ്. അത് 2 പെരുന്നാളിലും ഉണ്ടത്. പിന്നൊരു തക്ബീർ നിങ്ങൾ നമുക്ക് ഈ ഉലുഹിയത്ത് കൊടുക്കുന്ന മൃഗത്തെ കണ്ടെങ്കിൽ അതിന്റെ ശബ്ദം കേട്ടെങ്കിൽ നമുക്ക് എന്താ തക്ബീർ ചെല്ലാം. അതുപോലെ അള്ളാഹു അക്ബർ ചെന്നേ മെയ്യോടും. ഉദാഹരണം ഒരു ആട് അല്ലെങ്കിൽ പൈ എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്തേറുള്ളൂ, അള്ളാഹു അക്ബർ ചെല്ലാം. അല്ലെങ്കിൽ അതിന്റെ ബുൽപ്പ് കേട്ടെങ്കിൽ അള്ളാഹു അക്ബർ ചെല്ലാം. ഇത് 3 തക്ബീർ ആയിട്ട് ഞങ്ങൾക്ക് പെരുന്നാളിലുള്ളേ. അള്ളാഹു നിങ്ങൾക്ക് ധാരാളം തക്ബീർ ചെല്ലവും തൗഫീക്ക് തരട്ടെ. 2ാമത് ഞങ്ങൾ ഏറ്റവും സന്തോഷമല്ലേ, ഞങ്ങൾ പുതിയ ഡ്രസ്സ് എടുത്ത് വെച്ചിരിക്കും. അത് എപ്പോ ടൈം പെരുന്നാൾ ആയിട്ടില്ലാന്ന് ചില ആൾമാർ കാത്തോണ്ടല്ലേ പുതിയ ഡ്രസ്സ് ഇടണുണ്ട്. അൽഹംദുലില്ലാഹ് പുതിയ ഡ്രസ്സ് ഇട്ടത് പിന്നെ അന്നത്തെ ഒരു പ്രത്യേകമായ ഇബാദത്തിൽപ്പെട്ടതായിരിക്കും. അള്ളാഹു വലിയ ഇഷ്ടമുള്ള കാര്യമായിരിക്കും പുതിയ ഡ്രസ്സ് ഇടുന്നത്. എങ്കിൽ ഈ പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങൾ ദിക്ർ മറന്ന് ചെയ്യണം. ഡ്രസ്സ് ഇട്ടാൽ പിന്നെ ഉള്ളതായ ഒരു ദിക്റായിരിക്കും എന്തേ. പക്ഷെ ഇടുമ്പോൾ ഡ്രസ്സ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെന്ന് ഇടാം. ഞങ്ങൾ വലത്തെ കൈ കൊണ്ട് തുടങ്ങാം. ഇടുമ്പോ ഇട്ടാൽ പിന്നെ ചൊല്ലണം അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ സൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. കേവലം ഈ പിന്നെ ഈ പെരുന്നാൾ മാത്രമല്ല, എല്ലാ സമയത്തും ഞങ്ങൾ ആ ദിക്ക് ഞങ്ങൾ ചൊല്ലും. വലിയൊരു പുണ്യമുള്ള ഒരു ദിക്റായിട്ട് ഈ ഒരു ഡ്രസ്സ് നക്ക് തൗഫീക്ക് തന്ന അള്ളാഹു, നക്ക് യാതൊരു ശക്തിയില്ല, നക്കൊരു കഴിയുമില്ല. അള്ളാഹു നമുക്ക് ഈ ഡ്രസ്സ് എത്തു തന്നല്ലേ
എന്നിട്ട് അള്ളാഹു ഒരു സ്തുതിക്കുന്ന ഒരു ദിക്റായിട്ട് അതിക്ക് ചെറിയൊരു ദിക്ര നിങ്ങൾ ഇപ്പം പഠിച്ചു വെക്കണം. എല്ലാ നാളും ഞങ്ങൾ ദിക്ര അത് പെരുന്നാളിൻ്റെ എല്ലാ നാളും ചെല്ലതായ പിന്നെ ഡ്രസ്സും എല്ലാ നാളും ഞങ്ങൾ ധരിക്കുന്നതായ ഡ്രസ്സും പിന്നെ പുതിയ ഡ്രസ്സ് ഒന്നുമല്ല, സാധാരണ ധരിക്കുന്ന എല്ലാ ഡ്രസ്സും ഇട്ടാൽ പിന്നെ ആ ദിക്ർ ഞങ്ങൾ ചൊന്നിട്ടിക്കോ. പിന്നൊരു ദിക്റുണ്ട്, പുതിയ ഡ്രസ്സ് ഇട്ടാൽ പിന്നെ അള്ളാഹുടെ ദ്വാരക്കുള്ള ദിക്റായിട്ട് اللهم إني أسألك من خيره وخير ما هو له وأعوذ بك من شره وشر ما هو له. പഠിച്ചവനെ ഈ ഡ്രസ്സില് പിന്നെ ഹൈർ നന്നിട്ട് കേട്ടിട്ടില്ല, ഈ ഡ്രസ്സില് ഷർറ് തൊട്ട് നന്നിട്ട് കാവൽ കേൾക്കണ ചെല്ല ഒരു അർത്ഥമുണ്ട് ഒരു ദിക്റായിട്ട്. ഇത് ഈ ദിക്ർ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ധരിക്കുന്നതായ ഡ്രസ്സും അത് എവിടമാ ഫാക്ടറികളിൽ പണ്ടേ അതിൽ എത്രമാ ഷർറ് ചിലപ്പോൾ നിൽക്കും, അത് ആക്കടെ ആറായിട്ടിരിക്കും, അല്ലെങ്കിൽ ആ മിഷനിൽ ഉണ്ടാക്കുമ്പോൾ എത്ര അതിൽ ശത്രിക്കുവാറ്. അപ്പൊ അതെല്ലാം നമുക്ക് ചെറിയ അത്ര ഷർറെല്ലാം നമുക്ക് ബാധിക്കണല്ലേ. അപ്പൊ ആ ഷർറെല്ലാം ഇല്ലാണ്ടാക്കും. പുതിയ ഡ്രസ്സിട്ട് പ്രത്യേകത്വം ആ പഠിച്ചോട്ട് അത് ദ്വാർക്കും. പഠിച്ചവനെ ഈ ഡ്രസ്സിന് ഹൈർ നക്ക് തരണം, ബർക്കത്ത് നക്ക് തരണം, ഈ ഡ്രസ്സിന് ഷർറ് തൊട്ട് നല്ല നീ കാക്കണം. അപ്പൊ നല്ലൊരു ദിക്റായിരിക്കും. അത് ഞങ്ങൾ എന്താക്കാം എപ്പോൾ പഠിച്ചു വെക്കാം. അത് പെരുന്നാളിൻ്റെ എനീ ടൈം ഞങ്ങൾ പുതിയ ഡ്രസ്സ് ഇട്ടപ്പോൾ അതൊന്നും എന്താക്കണം ആ ദിക്ർ ചൊല്ലണം. മൂന്നാമത്തത് നിങ്ങൾക്ക് തോന്നുന്നു പിന്നെ പെരുന്നാൾ നിസ്കാരം. അത് ആണിങ്ങ വന്നിട്ട് പള്ളി നിസ്കരിക്കുന്നത്, പെണ്ണിങ്ങും നിർബന്ധമായിട്ട് ആ നിസ്കാരം നിസ്കരിക്കും. വളരെ പുണ്യമുള്ള ഒരു നിസ്കാരമായിട്ട് പെരുന്നാൾ നിസ്കാരം. പിന്നെ സുന്നത്ത് നിസ്കാരത്തിന് കൂട്ടത്തിൽ ഏറ്റവും പോരിഷമുള്ള ഒരു നിസ്കാരം അത് പെരുന്നാൾ നിസ്കാരമായിട്ട്. അപ്പൊ ആ പെരുന്നാൾ നിസ്കാരം മിസ്സാക്കോത്തിര അതിലെ വിഷയത്തിനൊക്കെ ചെമ്മച്ചലുണ്ട് ആവശ്യമില്ല. ഞങ്ങളെ പെണ്ണിങ്ങൾ ഇപ്പൊ അത് പഠിച്ചത് ധാരാളം അതിൽ വിഷയത്തിൽ ക്ലാസ്സിൽ ഞാൻ കേട്ടങ്ങായിട്ടിരിക്കുക. പിന്നൊരു കാര്യമായിട്ട് ഒലുഹിയത്ത്. അത് ഒലുഹിയത്ത് നിങ്ങളെല്ലാം കൊടുക്കുക റെഡിയായിട്ടുള്ളത് വലിയൊരു ഇബാദത്തായിരിക്കും. പെരുന്നാളുണ്ട് മനുഷ്യന്മാർ ചെയ്തതായ ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തായിരിക്കും ഒലുഹിയത്ത് ചെല്ലത്. ആ ഒലുഹിയത്തിന്റെ മഹത്വമെല്ലാം നിങ്ങൾ കുറെ ക്ലാസ്സെല്ലാം കേട്ടങ്ങായിട്ടിരിക്കുന്നത്. പിന്നൊരു കാര്യമായിട്ട് കുടുംബ സന്ദർശനം. പെരുന്നാളുണ്ട് നിങ്ങൾ എല്ലാ കുടുംബത്തെ ഔത്തുക പോകണം. പ്രത്യേകിച്ചിട്ടും നിങ്ങളുടെ ആർക്കെങ്കിലും ചെറിയൊരു വൈമനസ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഫസ്റ്റ് പോയിട്ട് നിങ്ങൾ സന്ദർശിക്കണം. സാധാരണയായിട്ട് നിങ്ങൾ പിരിച്ചപ്പെട്ട ആൾമാരെ നിങ്ങൾക്ക് കാണുന്നത് കിട്ടാനുള്ള ഉള്ളൂ. പക്ഷേ ഞങ്ങളുമായിട്ട് ചെറിയൊരു വൈമനസ്യമുള്ള ആൾ കുടുംബത്തിൽ കലഹിക്കുമ്പോൾ ആരെല്ലാം ഞങ്ങളെ സംബന്ധിച്ച ഒരു ബേജാറുണ്ട്. അങ്ങനെ ഒത്തുപോയി ഫസ്റ്റ് സന്ദർശിച്ച് വേണ്ടതായിരിക്കും വലിയ ഇബാദത്ത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഞങ്ങൾ എന്താക്കണം, പ്രത്യേകിച്ചും പെരുന്നാളുണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വേണ്ടതായ പെരുന്നാൾ ഞങ്ങൾക്കെല്ലാം ഹൈറും ബർക്കത്തുള്ള പെരുന്നാളായിട്ട് നാം ആക്കിയിട്ട് ഇനി വേണ്ടതായ എല്ലാ ജീവിതവും ഹൈറും ബർക്കത്തും